നല്ലൊരു കുളി എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യത്തിന് ഭയങ്കര റിഫ്രഷിംഗ് ആണല്ലേ. പക്ഷേ കുളിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന ചില തെറ്റുകൾ നിങ്ങൾക്ക് പല രോഗങ്ങളും പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ വളരെ കോമൺ ആയിട്ട് എല്ലാവരും കുളിച്ചതിന് ശേഷം ചെയ്യുന്ന 6 തെറ്റുകൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ തെറ്റെന്ന് പറയുന്നത് കുളിച്ച് മുടി നന്നായിട്ട് നനഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ടവലൊക്കെ ഉപയോഗിച്ച് ശക്തിയായിട്ട് തല തോർത്തുന്ന സ്വഭാവമാണ്. മുടി നല്ല നനഞ്ഞിരിക്കുന്ന സമയത്ത് ഹെയർ ഫോളിക്കിൾ നമ്മുടെ റൂട്ടിൽ നിന്നും വളരെ സോഫ്റ്റ് ആയിരിക്കും. പലപ്പോഴും എല്ലാ മുടിയും ഒരേ ആരോഗ്യമുള്ളതായിരിക്കില്ല, ചിലത് വളരെ നേർത്തിരിക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾ കുളിച്ച് നല്ല നനഞ്ഞിരിക്കുന്ന മുടിയുടെ റൂട്ട് സോഫ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ശക്തിയായിട്ട് നിങ്ങൾ തല തോർത്തുമ്പോൾ സോഫ്റ്റ് ആയിരിക്കുന്ന റൂട്ടിൽ നിന്നും മുടി പെട്ടെന്ന് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. വളരെ പെട്ടെന്ന് മുടി പൊഴിച്ചിലുണ്ടാക്കുന്നതിന് കുളിച്ചതിന് ശേഷം നനഞ്ഞ മുടി നല്ല ഫോഴ്സിൽ തോർക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. എപ്പോഴും കുളിച്ചതിന് ശേഷം ടവൽ ഉപയോഗിച്ച് മുടി ഒപ്പിയെടുക്കാനേ പാടുള്ളൂ, ഒരിക്കലും ശക്തിയായിട്ട് തോർത്താൻ ശ്രമിക്കരുത്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത് നനഞ്ഞിരിക്കുന്ന മുടി നന്നായിട്ട് ചീപ്പ് വെച്ച് ചെയ്യുക. പല പെൺകുട്ടികളും വളരെ കോമൺ ആയിട്ട് കുളിച്ച് കഴിഞ്ഞിട്ടായിരിക്കും മുടി ചീകി അതിന്റെ ഉടക്കെല്ലാം മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നനഞ്ഞിരിക്കുന്ന മുടി വളരെ പെട്ടെന്ന് ഇളകി പോകുന്നതിനും ഒരു ലോഡ് മുടി നിങ്ങളുടെ ചീർപ്പിൽ കുടുങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. യാതൊരു കാരണവശാലും മുടി ഉണങ്ങാതെ നിങ്ങൾ മുടി ചീകാനായിട്ട് ശ്രമിക്കരുത്. മൂന്നാമത്തത്, കുളിച്ച് കയറി കഴിഞ്ഞാൽ പലരും നല്ല സോഫ്റ്റ് പൗഡറുകൾ, ടാൽക്കം പൗഡറുകൾ മുഖത്തും ശരീരത്തിലും പുരട്ടുന്ന കാണാം. വേർത്തിരുന്നാലും പിന്നെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയാണ് പുരുഷന്മാരൊക്കെ വളരെ കോമൺ ആയിട്ട് പുറത്തു പോകുന്നതിന് മുമ്പ് കുളിച്ചതിന് ശേഷം ശരീരത്തിലൊക്കെ പൗഡർ ഇടുന്നത് കാണാൻ പറ്റും. എന്നാൽ കുളിച്ചതിന് ശേഷം പൗഡർ ഇടുന്നത് നിങ്ങളുടെ ഈ ഹെയർ ഫോളിക്കിളിനെ വളരെ പെട്ടെന്ന് അടയ്ക്കുകയും നിങ്ങളുടെ സ്കിന്ന് വളരെ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നതിന് കാരണമാകുകയും ചെയ്യും. ചെറിയ നവജാത ശിശുക്കളെല്ലാം കുളിപ്പിച്ചതിന് ശേഷം ദേഹം മുഴുവൻ പൗഡർ ഇടുന്ന മാതാപിതാക്കൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുഞ്ഞിന്റെ സ്കിന്ന് വളരെ പെട്ടെന്ന് ഡ്രൈ ആകുന്നതിനും പല ചർമ്മരോഗങ്ങൾ വരുന്നതിനും ഈ സ്വഭാവം കാരണമാണ്. ഒരിക്കലും കുളിപ്പിച്ചു കഴിഞ്ഞ ഉടനെ പൗഡർ സ്കിന്നിൽ ഇടാതിരിക്കുക. അടുത്തത് സ്പ്രേയുടെ ഉപയോഗമാണ്. കുളിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ശരീരം മുഴുവൻ സ്പ്രേ അടിക്കുന്ന പലരുമുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ അപകടകരമാണ്. കാരണം കുളിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും, സ്കിന്നിനകത്തുള്ള പല പോഴ്സും വളരെ ഓപ്പൺ ആയിരിക്കുകയും ചെയ്യും. നിങ്ങൾ സ്പ്രേ അടിക്കുന്ന സമയത്ത് ഈ സ്പ്രേയുടെ പല ഘടകങ്ങളും വളരെ പെട്ടെന്ന് സ്കിന്നിനകത്തൂടെ തുളച്ച് നിങ്ങളുടെ രക്തത്തിലേക്ക് എത്തുന്നതിനും പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ, ഈവൻ ക്യാൻസറിന് വരെ കാരണമാകുമെന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കുളിച്ചു കഴിഞ്ഞ ഉടനെ സ്പ്രേ അടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്തതിനു ശേഷം ഡ്രസ്സിന്റെ പുറത്ത് മാത്രം ചെറുതായിട്ട് നിങ്ങൾ സ്പ്രേ അടിക്കുക. അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത്, കുളിച്ച് കയറി കഴിഞ്ഞിരുന്നാൽ നിങ്ങൾ കഠിനമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യരുത്. കുളിച്ച് നിങ്ങളുടെ മാംസം, പ്രത്യേകിച്ച് നിങ്ങളുടെ മസിലുകൾ വളരെയധികം ചുരുങ്ങിയിരിക്കുന്ന സമയത്ത് വളരെ ശക്തിയായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സ്കിന്നിന് അല്ലെങ്കിൽ മാംസത്തിന് അല്ലെങ്കിൽ മസിൽസിന് ഉളുക്ക് വരാനും വളരെ പെട്ടെന്ന് ബോഡി പെയിൻ, മസിൽ പെയിൻ, നീരിറക്കം, ഉളുക്ക് പോലുള്ള പ്രോബ്ലംസ്, സ്ട്രെയിൻ ഉണ്ടാകാനുള്ള കാരണമാകും. ആറാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, കുളിച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള മടക്കുകളിലും ഡ്രൈ സ്കിന്നുള്ള ഭാഗങ്ങളിലും ഒരിക്കലും മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ മറക്കരുത്. കാരണം മോയ്സ്ചറൈസർ പുരട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഈ സ്കിന്ന് വളരെ പെട്ടെന്ന്, നിങ്ങളുടെ കുളിക്കുന്ന സമയത്ത് സ്കിന്നിനുള്ള നാച്ചുറൽ ഒരു എണ്ണമയം പെട്ടെന്ന് നിങ്ങൾ കഴുകിക്കളയാണ് ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷം നിങ്ങൾ വീണ്ടും മോയ്സ്ചറൈസർ പുരട്ടാതിരുന്നു കഴിഞ്ഞാൽ ആ ഭാഗം പെട്ടെന്ന് ഡ്രൈ ആകുകയും ശരീരം മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ വരണ്ട ചെറിയ പൊട്ടലുകൾ, മൈക്രോ സ്കാറിംഗ് ഉണ്ടാകാൻ കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് നിർബന്ധമായിട്ടും കുളിച്ചു കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ ഉള്ളവർ മോയ്സ്ചറൈസർ പുരട്ടണം. ഇത് ദിവസവും കുളിക്കുന്ന എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്തോളൂ.